വാട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു ഡോമിനാറിൻ്റെ കുറച്ച് വർക്ക് ചെയ്യാൻ പോകും. പെർഫോമൻസ് പരമായിട്ടും പിന്നെ അതിൻ്റെ വൈബ്രേഷൻ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നോക്കാൻ പോവാണ്. ഞങ്ങൾ തന്നെ വേറെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് അതും ഇൻസ്പയർ ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. ക്യാൻഡൻ്റെ പെർഫോമൻസ് ഫിൽറ്റർ അതും ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം അത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഡോമിനാറല്ല, വേറെ ഒരു വണ്ടിയും ഇങ്ങനെ ഊരിപ്പണിതിട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ആദ്യത്തെ ഒരു ട്രൈ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ പഠിക്കത്തുള്ളൂ. നമ്മുടെ സ്വന്തം വണ്ടിക്കിട്ടല്ലേ പണിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ വണ്ടിക്കിട്ട് പണിയാൻ പറ്റത്തില്ലല്ലോ. കാര്യം അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്. അപ്പോൾ പിന്നെ എന്തായാലും എൻ്റെ ഫ്രണ്ടും ഒരു കോൺഫിഡൻസ് വന്നുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. നിങ്ങൾ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അവൻ എൻ്റെ വീഡിയോയിൽ ഒരു ഡോമിനാർ, ഒരു ബ്ലാക്ക് ഡോമിനാർ. അപ്പം അതെല്ലാം ഇത് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടാങ്കെല്ലാം ഒരു വേണം ഇതെല്ലാം സെറ്റ് ചെയ്യാൻ. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ഡോമിനാർ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഡോമിനാറയിൽ അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ പണിതിട്ടൊന്നുമില്ല. ഇങ്ങനെ ചില മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തെന്നല്ലാതെ ഞങ്ങൾ ഇതുവരെ പണിതിട്ടില്ല. ഈ ഒരു സ്പോഞ്ച് ഇത് പോളിഫോം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെച്ച് ഞങ്ങൾ ഒന്ന് വൈബ്രേഷൻ, അതിൻ്റെ ടാങ്കിന് അവിടെ കുറച്ച് വൈബ്രേഷൻ വരുന്നുണ്ടെന്ന് 3M ടേപ്പ് ഇരിപ്പുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള എണ്ണമെന്ന് പറയുന്ന ഈ പെർഫോമൻസ് ഫിൽറ്ററാണ്. ഇത് ക്യാൻഡൻ്റെ ഒരു ഫിൽറ്ററാണ്. ഏകദേശം 5000 രൂപയോളം വരുന്നൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. കണ്ടോ, ഇവനാണ് അതിൻ്റെ എല്ലാം കാരണക്കാരൻ. എന്തായാലും കഴിച്ച് നമുക്ക് പണി തുടങ്ങാം. എന്താവുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഞങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change, play the game that we say. I need a break. I'm staying strong, need to move on to be what I want. I'll keep dreaming on. I'm staying strong, need to move on to be what I want. I'll keep dreaming on. Face on when I chase like that. Yeah, I play so strong with a knife in the back. I'ma swing home run like a baseball bat. Gonna see me rise, you can hate on that. I don't play both sides, doing me no cap. I'ma ride or die for my dreams on tap. I'ma fly real high, you ain't see me slack. No, it's not how you fall, it's how you get right back up. That's how you get tough. Calluses on my hands so rough, yeah, I call your bluff. I'm not the one, mess with me and come out with none. Cause I'm so done, you had your fun. And now you're gonna face down the barrel of the gun. Cause I got a full clip with your name on it. But I'ma let you slide cause you ain't worth it. I'm staying strong, need to move on to be what I want. I'll keep ഒറിജിനൽ ടാങ്ക്. അതെ, ടാങ്കിൻ്റെ കവറെല്ലാം ഞങ്ങൾ ഊരി. നേരത്തെ ടാങ്കിൻ്റെ കവർ ഊരുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്. ഈ സോക്കറ്റ് നമ്മൾ സെക്കൻഡ് ഡിസ്പ്ലേയുടെ ഒരു സോക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് ഊരിയാലേ നമുക്ക് ഈ കവർ മുഴുവനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് നട്ടും ബോൾട്ടേ ഉണ്ടാകുന്നുള്ളൂ. ഞങ്ങൾ ഡോമിനാറിൻ്റെ സ്റ്റോക്ക് ഫിൽറ്റർ ഊരി. ഉണ്ടോ, സ്റ്റോക്ക് ഫിൽറ്റർ ബോക്സ് ഊരി. ഇവിടെ ഫിൽറ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാൻഡൻ്റെ ഈ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. എടാ, ഇതൊന്ന് ഓപ്പൺ ചെയ്തേടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻഡൻ്റെ ഫിൽറ്റർ. ഇതപ്പോഴത്തേന് ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇത് മറ്റേ ഡ്യൂറബിളാണ് അല്ലേ, നമുക്ക് വാഷ് ചെയ്തൊക്കെ ചെയ്യാമല്ലേ. ഇതിൻ്റെ അകത്ത് എന്തോ കോട്ടനോ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നു. ഇത് നമുക്ക് റീയൂസബിൾ ആണ്, എപ്പോഴും മാറ്റേണ്ടി വരത്തില്ല. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു യൂസുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതെന്തായാലും നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ആ ബോക്സിലോട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇത് നമ്മുടെ സ്റ്റോക്ക് എങ്ങനെയാണോ വരുന്നത് അതുപോലത്തെ തന്നെ ക്യാൻഡൻ്റെ ഫിൽറ്ററാണ്. ചിലപ്പോൾ സൗണ്ടൊക്കെ കുറച്ചൊക്കെ മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനി ബാക്കി കാണാം.
ഞാൻ നട്ടൊക്കെ വെച്ചെന്ന് തോന്നുന്നുണ്ട്. ഫിൽറ്ററെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിരിക്കാം. നമ്മടെ വെച്ചേ ഈ ഒരു ഷേപ്പിൽ ഇത് മൊത്തം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇവിടെയാണ് വൈബ്രേഷൻ വരുന്നത്. ഇതിന്റെ ഒരു വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് റഫ് വട്ടമാണ്. പക്ഷെ ഇതിപ്പോ ഇതിന്റെ മണ്ടേ കൂടെ വന്നു കഴിഞ്ഞാൽ ടാങ്കിന്റെ അവിടെ ഒത്തിരി പൊങ്ങി വരും. അതാ ഇവിടെ ഹോൾ ഇടണം. ഇല്ല അവിടെ നിന്ന് ഹോൾ എടുത്തില്ല. ഇതിന് മേലെ കൂടെ തന്നെ ഇതിന് മാത്രം ഒരു ഹോൾ ഇടും. എന്നിട്ട് ഇങ്ങനെ വെക്കും. പക്ഷെ ഇത് കുറച്ച് കട്ടിയുള്ള ഫോമാ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിനി വെട്ടി വെക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങളും വേറെ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം R&Dയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോഴും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനി ടാങ്കിൻ്റെ ടാങ്ക് ക്യാപ്പിൻ്റെ അതൊന്ന് വട്ടം വെട്ടിയിട്ട് നമ്മൾ ഇതിപ്പോൾ ടാങ്ക് മുഴുവനായിട്ട് കവർ വരുന്ന പോലെ ഒരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അത് ചെയ്യാം. Cruising in my lane fast, call it high speed. I've been working hard, yeah, I've been working nightly. If you think you'll win, not fucking likely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running shit right, see. And I ain't playing games, I create my own lane, making pleasure out of pain, turning losses into gains. I'm the boss, I'm making change. I've been rocking this exchange, popping off and risking things. സ്പോഞ്ച് എല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്താ ഇതിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നമ്മളിത് അടിയിൽ 3M ടേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് പിടിച്ചു വെക്കാൻ വേണ്ടി ബ്രൗൺ ടേപ്പ് കൊടുത്തു. അതായത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നുണ്ട്, അത് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഇതെന്താ ഒരു ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഡാമ്പിങ് ചെയ്തതിൻ്റെ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്കിനി ടാങ്ക് വെച്ച് നോക്കണം. അപ്പോൾ അതാണ് ഇനിയത്തെ പണി. അപ്പോൾ ഇനി അതിലോട്ട് പോകാം. ഏതാ സെക്കൻഡ് ഡിസ്പ്ലേ ഇപ്പോൾ ഗൈസ് ഒരു ചെറിയൊരു പണി കിട്ടി. ആദ്യത്തെ അറ്റംപ്റ്റ് നമുക്ക് ഫെയിലായി. കാരണം ഈ ഒരു റബ്ബറിൻ്റെ പീസ് ഇരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോളിട്ട് പിന്നെ അത് മറ്റേ ടേപ്പ് വെച്ച് ശരിയായില്ല. അപ്പോൾ 3M ഒരു ടേപ്പ് തന്നെ അവിടെയോട്ട് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി എന്തായാലും ഒന്നും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ലൊക്കേഷനിലൊന്ന് വന്നിരിക്കുകയാണ്. കണ്ട നമ്മുടെ ഡോമിയെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൃഷ്ണനാണെങ്കിൽ അപ്പുറം നിന്ന് കാലൊക്കെ ഒന്ന് കൈ റെഡിയാണ്. അപ്പം നമ്മുടെ വണ്ടിയുടെ കാര്യത്തിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഈ ടാങ്കിൻ്റെ ഇവിടെ നിന്നുള്ള വൈബ്രേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ അത് ഇവിടെ ഈ ഒരു പാർട്ടയിൽ കുറച്ച് വൈബ്രേഷൻ വരുമെന്നുണ്ടായിരുന്നു. അപ്പം അവിടെയും ഞങ്ങൾ സ്പോഞ്ച് വെച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടല്ലോ മുഴുവൻ സ്പോഞ്ചാണ്. പിന്നെ വേണ്ട ഇവിടെ ഈ ഇൻഡിക്കേറ്റർ ഇവിടെ ഒന്ന് ചെറുതായിട്ട് മുട്ടിയിരുന്നതുകൊണ്ട് അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊതുവേ വൈബ്രേഷൻ എല്ലാം കുറഞ്ഞു. പിന്നെ ഫിൽറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ അത്രയും ഭയാനകമായിട്ട് ഹൈ സ്പീഡ്സിലൊന്നും ഓടിച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഡൗൺ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ ബേസ് വന്നിട്ടുണ്ട്. ഫിൽറ്റർ മെയിനായിട്ട് ഉപയോഗിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തെ ഫിൽറ്റർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് റീയൂസബിൾ ആണ്. നമുക്കത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എപ്പോഴെപ്പോഴും ഈ സമയമാകുമ്പോഴത്തേക്കിനും ഫിൽറ്റർ ചേഞ്ചിങ്ങിൻ്റെ ഒരു
ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും പറയാനില്ല. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ വീഡിയോ. മെയിനായിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു, പിന്നെ അത് ഡാമ്പിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ വൈബ്രേഷൻ എല്ലാം കുറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഡോമിനാറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും കുറച്ച് വൈബ്രേഷനൊക്കെ മാറിയെന്ന് വരും. പിന്നെ അത് നിങ്ങൾക്ക് യൂസ് ഉള്ള കാര്യം തന്നെയല്ല. കാരണം നമുക്ക് വലിയ റൈഡൊക്കെ പോകുമ്പോഴത്തേക്കിന് ഒത്തിരി വൈബ്രേഷൻ അടിക്കുന്നതൊക്കെ വളരെ ഇഷ്യൂ ഉള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ ഈ ഡോമിനാറിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ. കൃഷ്ണനും ഹാപ്പിയല്ല കൃഷ്ണ? അപ്പോൾ കൃഷ്ണനും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ചെയ്ത വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ. അപ്പൊ ഇത് ഊരിക്കൊണ്ടിരിക്കുകയാണ്. കമോൺ കമോൺ വേഗാട്ടെ, കമോൺ. ശിഷ്യ ഇനി വണ്ടി ഊരുന്നാണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു പേടി. ഓ കാര്യമില്ല, ഇവന് പണി അറിയുന്നില്ലെന്ന് എനിക്കറിയാവുന്നത്.